ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം അതിൻ്റെ 2-ാം വാക്യം വായിക്കുന്നു. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ഏറ്റവും യേശുവിനെ സ്നേഹിച്ച, യേശുവിൻ്റെ മാർവോട് ചേർന്ന് കിടന്ന സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഗായോസ് എന്ന് പറയുന്ന മനുഷ്യന് എഴുതുന്ന ഒരു ലേഖനമാണ്. കൊരിന്ത്യ സഭയിലെ ഒരു വിശ്വാസിയാണ്, ഒരാളാണ് ഗായോസ്. ദെമന്ത്രിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ വഴിയാണ് ഈ കത്ത്, ഈ ലേഖനം എഴുതി അയക്കുന്നത്. എഫെസോസിൽ വെച്ചാണ് യോഹന്നാൻ ഇത് എഴുതുന്നത്. പ്രാർത്ഥിക്കുക എന്ന പ്രാർത്ഥന, ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകം ഇതാണ്: പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രാർത്ഥനാ വാചകം. ഒരുപാട് പ്രാർത്ഥനകൾ തിരുവചനത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയും. ഈ മെസ്സേജ് കേൾക്കുന്ന സകല വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനാ വാചകമായി ഒന്ന് കേട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന സകല വ്യക്തികളും നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു മനുഷ്യൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് എങ്ങനെയാണ്? 1, അവിടെ വായിക്കുന്നു ആത്മാവ് ശുഭമായിരിക്കുന്നു. 2, സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം. ആമേൻ. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ ശുഭത മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച്, ആ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവ പൈതലായി ജീവിക്കുമ്പോൾ, ഒരു ദൈവ പൈതലായി ജീവിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആത്മാവിൻ്റെ ശുഭത ലഭിച്ചു. മരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, മറ്റൊന്നുമല്ല. മരണത്തിനപ്പുറത്തുള്ളൊരു നിത്യത, നിത്യജീവൻ ആ വ്യക്തിക്ക് ലഭിക്കുകയാണ്. അതാണ് ആത്മാവിൻ്റെ ശുഭത. ഈ മെസ്സേജ് കേൾക്കുന്ന സകല വ്യക്തികളും ആത്മാവിൽ ശുഭതരായിരിക്കണം, ശുഭപ്പെട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശികളായി തീരണം. ഇപ്പോൾ ഗായോസിനെ പറയും, നീ യേശുവിനെ വിശ്വസിച്ച ആളാ, നീ ആത്മാവിൽ ശുഭത ലഭിച്ച ആളാ. എന്നാൽ അത് ആയിരിക്കുന്നത് പോലെ തന്നെ നീ സകലത്തിൽ ശുഭമായും സുഖമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ് അങ്ങനെ ആയിരിക്കാൻ കഴിയുന്നത്? അതിന് ഉത്തരം ഈ വാക്യത്തിനകത്തുണ്ട്, പ്രാർത്ഥനയാണ്. യോഹന്നാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പ്രാർത്ഥനയുമാണ് ശുഭമായിരിക്കാനും സുഖമായിരിക്കാനും നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ. പ്രാർത്ഥന അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതാണ് അദ്ദേഹം ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? അവർ സുഖമായിരിക്കണം, അവർ ശുഭമായിരിക്കണം. നിങ്ങളുടെ വ്യക്തിഗത ജീവിതത്തിനകത്ത് നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന അതിന് നല്ലൊരു ഉദാഹരണമാണ്, അതിനൊരു വഴിയാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 29-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അവിടെ ശുഭഭാവിയെക്കുറിച്ച് പറയുക. ശുഭഭാവിക്ക് എങ്ങനെ ലഭിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കോണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവെന്ന് ഞാൻ അറിയുന്നു.
അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്തത്, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. കണ്ടോ, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന നിങ്ങളെ ശുഭഭാവിയിലേക്ക് നയിക്കും. ഒരു സാധ്യതയില്ലാത്ത വ്യക്തിയായിരിക്കും താങ്കൾ, പക്ഷെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ശുഭഭാവിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നയിക്കും. ശുഭമായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, മാറ്റമില്ലാത്ത വചനമാണ്. പ്രാർത്ഥന ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായി കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ് ദാനിയേൽ. രാജാക്കന്മാർ മാറി മാറി ദാനിയേലായിരുന്ന രാജ്യം ഭരിച്ചു. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച്, ദാനിയേലിനെ കുറിച്ച്, പ്രാർത്ഥിച്ചവനെ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ പല ആളുകളും നിയമം പാസ്സാക്കിപ്പിച്ചു, രേഖ എഴുതിപ്പിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷേ ദാനിയേലിനെ കുറിച്ച് 6-ാം അധ്യായത്തിൽ തൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം നേരിട്ടപ്പോൾ, തൻ്റെ പ്രാർത്ഥനയ്ക്കെതിരെ പ്രതിസന്ധികൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ, തൻ്റെ പ്രാർത്ഥന ഇല്ലാതാക്കാൻ വേണ്ടി ആളുകൾ എഴുന്നേറ്റ് വന്നപ്പോൾ, തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, ആ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ദൈവം തന്നെ വിടുവിച്ചൊക്കെ കഴിഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ എഴുതിയാണ് 6-ാം അധ്യായം അവസാനിക്കുന്നത്. 6:28 ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ എന്ന പദത്തിന് ഒത്തിരി അർത്ഥമുണ്ട് കേട്ടോ. 6-ാം അധ്യായത്തിലെ സിംഹത്തിൻ്റെ ഗുഹയും രേഖയും ഒറ്റുകാരും ഒക്കെ സംഭവങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് പറയാം, എന്നാൽ ദാനിയാവീശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവ് കോരശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറയുന്നില്ല, പ്രതിസന്ധികളില്ലെന്ന് പറയുന്നത്, എല്ലാം ഉണ്ട്. പക്ഷേ എന്നാൽ ശുഭപ്പെട്ടിരിക്കും കേട്ടോ. എന്നാൽ എല്ലാ പ്രതിസന്ധി ഉണ്ടെന്നേ, പക്ഷെ എങ്കിലും സകലത്തിലും ശുഭമായും സുഖമായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മളെ സുഖമായും ശുഭമായും ഒക്കെ ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ദാനിയേലിൻ്റെ ജീവിതം ഏറ്റവും നല്ല തെളിവാണ്. അപ്പോൾ തന്നെ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വേദഭാഗം അതിന് തെളിവായിരിക്കുന്നു. ഈ വായിച്ച കുറിവാക്യത്തിനകത്ത് പോലും ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, പ്രാർത്ഥിക്കാമോ? പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കാമോ? കാര്യങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാമോ? ദൈവം പ്രവർത്തിക്കും. ആമേൻ. സകലത്തിലും സുഖമായും ശുഭമായിരിക്കുന്ന ഒരവസ്ഥ ദൈവം നൽകിത്തരും. രണ്ട്, നമ്മുടെ പ്രവൃത്തിയാകട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രാർത്ഥന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പ്രവൃത്തി. പ്രാർത്ഥന മാത്രം പോരാ, പ്രവൃത്തി വേണം. പ്രവൃത്തി മാത്രം പോരാ, പ്രാർത്ഥനയും പ്രവൃത്തി ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വസിച്ച ദൈവത്തിൻ്റെ വചനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ശുഭഭാവി വിരകത്തില്ല. എൻ്റെ തെളിവ് 1 പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 10-11 വാക്യത്തിൽ വായിക്കുക. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. ശുഭകാലം കാണുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെ അടക്കിക്കൊള്ളണം, കൺട്രോൾ ചെയ്യണം. ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ശുഭകാലം ഉണ്ടാക്കും. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് നാളെ നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. നാളെ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ന് നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്, തീരുമാനമാണ്. ഇന്നത്തെ പ്രവൃത്തിയാണ് നാളെ നമ്മുടെ ശുഭകാലത്തെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഇന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്, നാളെ ഒരു ശുഭകാലം വെളിപ്പെട്ട് വരും. ഇന്ന് വചനപ്രകാരം പ്രവർത്തികളെ ക്രമപ്പെടുത്താൻ തയ്യാറാണോ? അടക്കിക്കൊള്ളാൻ തയ്യാറാണോ? ശുഭകാലം വരും. അതാ പത്രോസ് എഴുതിയ ലേഖനത്തിൽ വായിക്കും. ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുന്നവൻ ഇന്ന് എന്ത് ചെയ്യണം? വ്യാജം പറയാതെ തൻ്റെ നാവിനെയും അതുപോലെ തന്നെ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ ആദരത്തെ അടക്കിക്കൊള്ളണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ തന്നെ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. പ്രവൃത്തിയെക്കുറിച്ച് പറയും. എന്നാറേ ദൈവത്തിൻ്റെ ആത്മാവ് യഹോയാദ പുരോഹിതൻ്റെ മകനായ സെക്കരിയാവിൻ്റെ മേൽ വന്നു.
അവൻ ജനത്തിനെതിരെ നിന്ന് അവനോട് പറഞ്ഞത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താ ദൈവം അരുളി ചെയ്യുന്നത്? നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചത് കൊണ്ട് അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്: നിങ്ങൾക്ക് ശുഭം വരാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്നത് നമ്മുടെ ശുഭകാലത്തെ ഇല്ലാതാക്കും കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തെ ലംഘിച്ചാൽ ശുഭം വരത്തില്ല. അതല്ലേ ബൈബിളിൽ പറയും, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഒരു വശത്ത് ശുഭം വരാത്ത ആളുകൾ, മറുഭാഗത്ത് കരുണ ലഭിക്കുന്ന ആളുകൾ. ആർക്കാ ശുഭം വരാത്തത്? ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന്, ദൈവത്തോട് അകന്നു നിൽക്കുന്നവൾക്ക്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തവർക്ക്. എന്നാൽ അനുസരിക്കുന്നവർക്ക് ശുഭതയുണ്ടാകും. അത് ദൈവവചനത്തിലെ പ്രോമിസാണ്. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്ന. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ സ്വീകരിക്കുക, ശുഭമുണ്ടാകും. സ്നാനം കൽപ്പനയാണ് ദൈവത്തിൻ്റെ. അതനുസരിച്ച് ജീവിതം ശുഭമാകും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുക്കിലേക്ക് വാ. ദൈവം പറയുന്ന അനുസരിക്കേ, ശുഭം ഉണ്ടാകും. ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറയുന്നു, ഉപേക്ഷിക്കും, ശുഭം ഉണ്ടാകും. പ്രാർത്ഥനാ ജീവിതത്തെ ക്രമപ്പെടുത്ത്, ശുഭം ഉണ്ടാകും. ബൈബിൾ വായന ക്രമപ്പെടുത്ത്, ശുഭം ഉണ്ടാകും. ഈ ശുഭഭാവിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, സകലത്തിലും സുഖമായും ശുഭമായിരിക്കാൻ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്യമുണ്ട് കേട്ടോ. അതോടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഞാനാ പറയുന്നത്: ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും, അടുത്തത്, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. ഇന്ന് ഈ മെസ്സേജിൻ്റെ ശബ്ദം കേൾക്കുന്ന വ്യക്തികളോട് പേഴ്സണലായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുകയ, കുഞ്ഞേ, സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, നിന്റെ ദൈവമായ യഹോവ ഞാൻ നിന്റെ ദൈവമാ. എൻ്റെ കൈ കൊണ്ട് നിന്നെ മെനഞ്ഞുണ്ടാക്കിയതാ. നിന്റെ മൂക്കിലൂടെ ഞാൻ എൻ്റെ ജീവശ്വാസം ഊതിയതാ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടതാ, തെരഞ്ഞെടുത്തതാ. എൻ്റെ മകനെ, നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ അയച്ചു തന്നതാ. എൻ്റെ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചതാ. ഞാൻ നിന്റെ ദൈവമാ. മാത്രമല്ല, ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവമാ. നിന്നെ അഭ്യസിപ്പിക്കുവാൻ, നിനക്ക് ട്രെയിനിങ് തരുവാൻ, നിന്നെ സഹായിക്കുവാൻ, നിന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുവാൻ, നിനക്കൊരു എക്സ്പീരിയൻസ് തരുവാൻ ഈ ലോകത്തിൽ ഒരു അച്ചാച്ചന്മാരും ഇല്ലായിരിക്കും, ഒരു ചേട്ടന്മാരും ഇല്ലായിരിക്കും, ഒരു ഉന്നതന്മാരും ഇല്ലായിരിക്കും. പക്ഷേ നിന്നെ ശുഭകരമായിട്ട് പ്രവർത്തിക്കാൻ അഭ്യസിപ്പിക്കുന്ന ദൈവം ഞാനാണ്. നിന്റെ കൂടെയുണ്ട്. തീർന്നില്ല. ശുഭകരമായി നീ പ്രവർത്തിച്ചാൽ പോരാ, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുന്ന ദൈവം ഞാനാ. ഹല്ലേലൂയ. ഭാരപ്പെടണ്ട കേട്ടോ, നിരാശപ്പെടണ്ട. നീ പ്രത്യാശിക്കുന്നൊരു ശുഭഭാവിയുണ്ട്. നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ വീടിനെക്കുറിച്ച്, നിന്റെ മക്കളെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച് നീ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ശുഭഭാവിയുണ്ട്. ആ ശുഭഭാവിയിലേക്ക് നീ എത്തിച്ചേരും. എന്ത് ചെയ്യണം? നീ പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിന്റെ ഫ്യൂച്ചർ എഴുതാൻ കഴിയുന്ന നിന്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലാണെന്നുള്ള ചിന്ത നിന്നെ ഭരിക്കുന്നുണ്ട്. ആ ദൈവത്തിനോട് നീ പറയണം. ഈ പണ്ട് യോസഫ് ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ തൻ്റെ തടവുകാരനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞ്
പാനപാത്രവാഹകനോട് പറയുന്ന എൻ്റെ പ്രമാണിയോട് എൻ്റെ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണെന്നറിയാം? എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണം. നിനക്കൊരു ശുഭഭാവി ഉണ്ടാവും, എന്നെ കൂടെ ഓർക്കണമെന്ന് പാനപാത്രവാഹകനോട് പറയുന്നൊരു കാര്യമാണ് അവിടെ വായിക്കുന്നത്. പാനപാത്രവാഹകൻ അദ്ദേഹത്തെ മറന്നു കളഞ്ഞു എന്നാണ് ബൈബിളിൽ വായിക്കുന്നത്. ശുഭമായിരിക്കുമ്പോൾ എൻ്റെ കാര്യം കൂടെ ഓർക്കണമെന്ന് പറഞ്ഞവൻ മനഃപൂർവ്വം എന്ത് ചെയ്തു? മറന്നു കളഞ്ഞു. 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, എങ്കിലും പാനപാത്രവാഹകരുടെ പ്രമാണി യോസേപ്പിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. യോസേപ്പേ, ശുഭകരമായി നിന്നെ പ്രവർത്തിക്കുക, അഭ്യസിപ്പിക്കുക, നീ പോകേണ്ടുന്ന വഴി നടത്തുകയും ചെയ്യുന്നവൻ പാനപാത്രവാഹകരുടെ പ്രമാണിയല്ല. നിനക്ക് സ്വപ്നം എന്താണെന്ന് നിന്നെ ദർശനം കാണിപ്പിച്ച ഞാനാ. അതേ പ്രിയരെ, നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നിങ്ങൾ സകലത്തിലും സുഖമായും ശുഭമായിരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ പ്രവൃത്തി അതിന് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ പ്രാർത്ഥന അതിന് ഇമ്പോർട്ടൻ്റ്. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവവചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികളെ ഏൽപ്പിച്ച് പ്രാർത്ഥന, ഞങ്ങളുടെ ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ ശുഭമായിരിക്കുന്ന പോലെ ഞങ്ങൾ സകലത്തിലും സുഖമായും ശുഭമായിരിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ വചനത്തിൽ വായിക്കുന്ന പോലെ ആയിത്തീരുവാൻ അങ്ങനെ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന അതുപോലെ ക്രമപ്പെടുത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. അപ്രകാരമുള്ള പ്രവർത്തികൾ ചെയ്ത് മുൻപോട്ട് പോകാൻ കൃപ തരണം. സമസ്ത വിഷയങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.